വെച്ചാക്കിന് കട്ടിയായിപ്പോയി. അതുകൊണ്ട് കുറച്ച് സമയം കഴിയാനായിരുന്നു. ഇതിൻ്റെ അകത്തപ്പം മൈദയും ഉപ്പും വെള്ളവും പിന്നെ കുറച്ച് എണ്ണയും അതിൻ്റെ അത് കുഴച്ചിട്ട് 3 മണിക്കൂർ വെക്കുക. ഇതിലും കുറച്ച് ലൂസായിട്ട് വെക്കണം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് കട്ടിയായിപ്പോയി. മറ്റേത് പരിപ്പും പിന്നെ വേവിച്ച പരിപ്പ് അതേ അളവിൽ അതേ അളവിൽ ശർക്കര, പിന്നെ ശർക്കര ചീന്തി ഇടുക, പിന്നെ തേങ്ങ 1 കപ്പ് തോരപ്പരിപ്പിന് 1 മുറി തേങ്ങ വേണ്ട. 1 കപ്പല്ല, 1/2 കിലോന് 1 മുറി വേണ്ട, കുറച്ച്. ഇതെങ്ങനെയല്ലോ ആയി നീ ഇപ്പം വേണ്ട, പൊട്ടിപ്പോയി. ഇനിയൊന്ന് ഞാൻ വൃത്തിക്കാക്കുമ്പോൾ തോന്നുന്നു. ഇതിപ്പം മീഡിയം ചൂടില്ല വെച്ചിട്ടുള്ളതല്ല. നീ ആക്കുമ്പോൾ തന്നെ എടുക്ക. അതിൻ്റെ ഓർമ്മയില്ല അല്ലേ? എണ്ണ വരക്കണം. എണ്ണ കുറച്ച് അന്നത്തെ കുറച്ച് ഉണ്ടതിനുണ്ടോ. മഹാരാഷ്ട്രക്കാരുടെ നേരിയോളി കേൾക്കും. നമ്മളവിടെ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവർ മറാഠിക്കാരാണ്. അവരെ അമ്മ ഉണ്ടാക്കുന്ന ഓളിക, അവരെ മോക്കൊന്നും അത്രയും അറിയില്ല. നല്ല ഇതിലുണ്ടാക്കും. അത് സ്ഥിരമായിട്ട് ആക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു നാക്ക് കിട്ടുമല്ലോ. അവർ ഈ മറ്റേ ആട്ടുകല്ലിൻ്റെ മേലെ അരച്ചിട്ട് ഇത് മിക്സിയിലാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടോ. പൊട്ടാണ്ട് കിട്ടി. അതപ്പം നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ചപ്പാത്തീൻ്റെ പോലെ ഒരു ഭാഗം ബ്രൗൺ ആകുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിടുക. ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ വേഗം ആയിപ്പം. മറ്റേ മരത്തിൻ്റെ കൊണ്ട് എടുക്കാൻ കിട്ടുന്നില്ല. ചിലപ്പോ പൊന്തി വരും. പൊന്തി വരുമ്പോ അത് തിരിച്ചിടുക. മനസ്സിലാവും. അതെ. അത് പ്രശ്നമൊന്നുമില്ല. അനക്ക് വേണ്ടിയിട്ടല്ലേ, മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റ് നമ്മൾ എത്ര പറഞ്ഞാലും ആടെ എത്തിക്കഴിഞ്ഞ എന്നിട്ടെന്ത് ഈ അരുവെല്ലാം ഇങ്ങനെ മേലോട്ട് കൊണ്ടുവരാ. നമ്മളെ മോദകാക്കുന്ന പോലെ. ഈ സൈഡിൽ ഇങ്ങനെ മേലോട്ട് കയറണം. ഈ സൈഡ് വന്നായിപ്പോ അന്നാക്കിയത് ലൂസായതുകൊണ്ട് അങ്ങനെയായി സജിത്തിന് കൊടുത്തത്. വലിയച്ഛന് മധുരം നല്ല ഇഷ്ടം തോന്നല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ച് എണ്ണയാക്കണമായിരുന്നു ആദ്യം. അതാ കോല് അവർ കണ്ടെന്ന് വെച്ചവരാകുന്നുണ്ട്. ഇല്ലാണ്ട് പിടിക്കും.